ഹേ ഗായ്സ്, ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് ഇതിലുള്ളത്. ആ വീഡിയോ കാണാത്തവർ പോയിട്ട് കാണുക കേട്ടോ. ഞങ്ങളങ്ങനെ റൂം എത്തി. ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെയാണ് നമ്മളുടെ റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റൂം എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് മാറ്റിയാണ്. ഞാനൊരു സെറ്റും മുണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെറ്റും മുണ്ടും അങ്ങനെ എന്തോന്ന് പറയാം. ഇത് ഫസ്റ്റ് ടൈം എനിക്കിത് ഉടുക്കാൻ വലിയ ഒരു അറിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ എങ്ങനെയൊക്കെയോ കൂടി ഉടുത്താകും. 1-2 വട്ടം ഞാനിത് ഉടുത്തിട്ടുള്ളൂ. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. എനിക്കത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാവരും വന്നിട്ട് വീഡിയോൻ്റെ മുന്നിൽ നിന്നാണ് ഏട്ടൻ ഫോട്ടോ എടുക്കാൻ വെച്ചിട്ടാണ് കാര്യമായിട്ട് പോസ്റ്റ് ചെയ്യണതൊക്കെ. അങ്ങനെ നമ്മൾ അവിടുന്ന് അമ്പലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 11 മണി 11:30 ആവാനായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിൻ്റെ നേരെ ഫ്രണ്ടിൽ 2 അക്വേറിയം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള മീനുകളുണ്ടായിരുന്നു. അപ്പൂന് ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ അതേപോലത്തെ വേടിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. വെക്കേഷൻ ആകുമ്പോൾ അവന് ഒരു അക്വേറിയം കുറച്ച് മീനുകളും വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. നല്ല വെയിൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലും ചൂടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെയല്ല. ഞങ്ങൾ പക്ഷേ കഴിഞ്ഞ വട്ടമൊക്കെ ഈ ഒരു ടൈമിൽ വന്നപ്പോൾ നമുക്ക് വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ക്ലൈമറ്റായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ പ്രതീക്ഷയിലാണ് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ റൂമിൻ്റെ തൊട്ട് മുന്നിലാണ് കേട്ടോ അമ്പലം വരുന്നത്. അപ്പോൾ അത് ഒരുപാടൊന്നും നമുക്ക് നടക്കാനില്ല. ഞങ്ങളങ്ങനെ എത്തി. ഞാൻ അവിടുന്ന് പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പൂവ് വേണമെന്നുള്ളത്. അങ്ങനെ വെറുതെ പൂ വയ്ക്കുന്ന ഷോയിൽ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നല്ല തിരക്ക് നമുക്ക് തോന്നി. കാരണം അത്യാവശ്യം നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആ ഒരു ടൈമിലാണ് അവിടെ കയറുന്നതെന്നുള്ളത് നമുക്ക് അറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യൂവും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എവിടെയും വേറെ തൊഴാൻ നമ്മൾ ആദ്യം നിന്നില്ല. ആദ്യം തന്നെ പോയിട്ട് ക്യൂവിൽ നിന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ എന്തോ 2 ബൊമ്മയുടെ പോലത്തെയൊക്കെ പ്രതിമ കേട്ടോ. അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ആ ഒരു ബൊമ്മയുടെ പോലത്തെ പ്രതിമ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതായത് കണ്ടോ, പിന്നെയാണ് അതിൻ്റെ എന്താണെന്നുള്ളത് കാര്യം നമുക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് അരങ്ങേറ്റത്തിനുള്ള കുട്ടികളും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. മലയാളീസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് ഇവിടെ നിന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളെ കേരളത്തിൽ ഏതൊരു അമ്പലത്തിൽ പോയ ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ക്യൂവിലൊക്കെ നിന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമുക്ക് ഭഗവതീനെ അങ്ങനെ പുറത്ത് കൂടെ എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ കണ്ടു. അതവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് രഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2-3 രഥങ്ങളായി കാണണു. അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങളൊരു 1:30 ആയപ്പോഴാണ് ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങിയത്. 1:30ക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഏട്ടൻ പറഞ്ഞു ഉച്ചയ്ക്ക് എന്നാൽ ശരി നമുക്ക് അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്നുള്ളത്. ഇപ്പോഴേക്കും കണ്ടെങ്കിൽ നേരെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരും അമ്പലത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് കേട്ടോ, നെയ്വിളക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയണുണ്ടാവും. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ആയിട്ടാണ് നമുക്ക് ഊട്ടുപുര ഉണ്ടായിരുന്നത്. ഒരു ഡൈനിങ് ഹാൾ ഉണ്ടായിരുന്നത്. അത്യാവശ്യം വലിയ